ചില സംവിധായക കോമ്പിനേഷനിൽ മോഹൻലാൽ സിനിമകൾ വരാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ആരാധകരുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഒക്കെ അങ്ങനെ വരാറുമുണ്ട്. ഈ ഒരു സംവിധായകൻ മോഹൻലാലിനെ വെച്ച് ഗംഭീരമായ ഒരു സിനിമ ചെയ്യണം എന്ന രീതിയിൽ. അത് അടുത്തിടെ സഫലമാകാൻ പോകുന്നത് ജിത്തു മാധവൻ എന്ന സംവിധായകനിലൂടെ ആയിരിക്കും. അങ്ങനെ ഒരു മോഹൻലാൽ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. ആവേശം എന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ ഫഹദ് ഫാസിലിനെ അവതരിപ്പിച്ച രീതി കണ്ടപ്പോൾ ആരാധകർക്ക് വലിയ ആവേശമായി. കാരണം ഇതുപോലൊരു പ്ലോട്ടിൽ മോഹൻലാൽ എത്തിയാൽ എന്തായിരിക്കും ജിത്തു മാധവൻ ചെയ്യുക? അങ്ങനെ ഒരു ഫാൻ ബോയ് പടം തന്നെ സംഭവിച്ചേക്കാം എന്ന രീതിയിൽ പ്രേക്ഷകർ ചിന്തിച്ചെടുക്കുകയുണ്ടായി. ആരാധകരുടെ ആ ചിന്തകൾ പിന്നീട് അന്വർത്ഥമാകുന്ന രീതിയിലേക്കാണ് റിപ്പോർട്ടുകൾ വന്നത്. ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു ഒരു വമ്പൻ സിനിമയ്ക്കായി. അത് അണിയറയിൽ നടക്കാൻ പോകുന്നതിന്റെ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രവുമായി മാറി അത്. എന്നാൽ ഈ സംവിധായകൻ മാത്രമല്ല, മലയാളത്തിൽ നിരവധി പ്രഗത്ഭ സംവിധായകരുണ്ട്. അതുപോലെ ഒരാളാണ് രാജീവ് രവി. രാജീവ് രവി മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ഗംഭീരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ അനുരാഗ് കശ്യപ് അടുത്തിടെ എത്തിയത്. ചില സംവിധായകരും അഭിനേതാക്കളും ഒന്നിച്ചാലോ എന്ന് സിനിമാ പ്രേമികൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷനുകളുണ്ട്. അത്തരത്തിൽ കൗതുകരമായ ഒരു കോമ്പിനേഷൻ ആയിരിക്കും രാജീവ് രവിയുടെ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ സിനിമ. എന്നാൽ അത്തരത്തിൽ ഒന്ന് പിന്നണിയിൽ നാളുകൾക്ക് മുമ്പ് ആലോചിക്കപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. പക്ഷേ അത് ഈ കോമ്പിനേഷനിൽ പിന്നീട് നടക്കാതെ പോയി. മറിച്ച് മറ്റൊരു ആക്ടർ ഡയറക്ടർ കോമ്പിനേഷനിൽ അത് നടന്നെങ്കിലും ഇനിയും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. രാജീവ് രവിയുടെ ദീർഘകാല സഹപ്രവർത്തനം സംവിധായകനും ഇപ്പോൾ നടനുമായ അനുരാഗ് കശ്യപാണ് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അനുരാഗ് കശ്യപിന്റെ നിരവധി ബോളിവുഡ് ചിത്രങ്ങളുടെ ഛായാഗ്രഹനായിരുന്നു രാജീവ് രവി. ഇരുവർക്കുമിടയിൽ അടുത്ത സൗഹൃദമുണ്ട്. താൻ ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത കെനഡി എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് അതിന്റെ ആശയം വന്ന വഴിയെക്കുറിച്ച് അനുരാഗ് വെളിപ്പെടുത്തിയത്. ഇതിലേക്ക് നിരവധി താരങ്ങളെ കാസ്റ്റ് ചെയ്യാനായി ആലോചിക്കുകയുമുണ്ടായി. അവസാനം നമ്മൾ ഈ ചിത്രത്തിൽ വിക്രം വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചൊരു രീതിയിലായിരുന്നു. മോഹൻലാൽ നായകനാക്കി രാജീവ് രവി ആലോചിച്ച ഒരു ചിത്രത്തിന്റെ ആശയത്തിൽ നിന്നാണ് അത് നടക്കാതെ പോയതോടെ അനുരാഗ് കശ്യപ് കെനഡി എന്ന ചിത്രം ഒരുക്കിയത്. രാഹുൽ ഭട്ടാണ് ചിത്രത്തിൽ നായകനായത്. ബോളിവുഡ് സംവിധായകൻ സുധീർ മിശ്രയാണ് രാജീവ് രവിയുടെ ഈ ആശയം തന്നോട് ആദ്യം പറഞ്ഞതെന്നും അനുരാഗ് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കെനഡിയിലെ ഉദയ് ഷെട്ടി എന്ന അണ്ടർ കവർ പോലീസ് കഥാപാത്രം ഏറെക്കാലം തന്റെ മനസ്സിൽ തങ്ങി നിന്നെന്നും ഈ കഥാപാത്രത്തെ വെച്ച് ഒരു വെബ് സീരീസ് പോലും സാധ്യതയുണ്ടെന്നും അനുരാഗ് പറയുന്നുണ്ട്. അതേസമയം 2023 ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ചിത്രം ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. പ്രധാന നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോസിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. കേരള അന്തർദേശീയ ചലച്ചിത്ര മേളയിൽ അടക്കം കെനഡി നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചിരുന്നു. എന്തായാലും നമ്മൾ കാണാൻ പോകുന്നത് തുടരുമെന്ന ചിത്രത്തിലെ വ്യത്യസ്തമായ ഒരു മോഹൻലാൽ കഥാപാത്രത്തെയാണ്. മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന പല മുഹൂർത്തങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. മലയാളിയുടെ നൊസ്റ്റാൾജിയ പെട്ടിയിൽ മയിൽപ്പീലി തുണ്ടുകളായി മോഹൻലാൽ ശോഭന ജോഡിയെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയും ഒരു മുഹൂർത്തം നമുക്ക് കിട്ടുകയാണ്. അത് നല്ലതുപോലെ അവതരിപ്പിക്കാൻ തരൺമൂർത്തിക്ക് കഴിയട്ടെ എന്നതുകൂടിയാണ് ഇപ്പോഴും പ്രേക്ഷകർ പറയുന്നത്. മുൻപും പിൻപും ഒട്ടേറെ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉച്ചവെയിൽ തിളയ്ക്കുന്ന പകലിൽ മദിരാശി നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കൂടി ചേർത്ത് പിടിച്ച് പ്രണയിക്കുന്ന ദാസനും രാധയുമാണ്. അവരെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യ ഫ്രെയിം. കുസൃതിയും കുറുമ്പും വിരഹവും നൊമ്പരവും തുടങ്ങി എണ്ണമറ്റ പ്രണയഭാവങ്ങളിലൂടെ അവർ മലയാളികളുടെ പ്രണയ കാമനകളെ തിരശ്ശീലയിൽ സാക്ഷാത്കരിച്ചു. അവർ പ്രണയിക്കുമ്പോൾ സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയാനാവാത്ത വിധം നമ്മൾ ആ പ്രണയ ലോകത്തേക്ക് വീണുപോയി. അത്രമേൽ സ്വാഭാവികമായാണ് അവർ ആ കഥാപാത്രങ്ങളായി മാറിയത്. വർഷങ്ങൾക്ക് ശേഷം ഷൺമുഖനും ലളിതയുമായി നമ്മുടെ മുന്നിലെത്തുമ്പോൾ അവർ വിണ്ണിലെ താരങ്ങളല്ല, നമുക്കിടയിലുള്ള നമ്മൾ കണ്ടിട്ടുള്ള സാധാരണക്കാരാണ്. ജീവിത പ്രാരാബ്ധങ്ങളും സ്നേഹവും കലഹവും ഒക്കെ നിറഞ്ഞ സാധാരണ ജീവിതങ്ങളാണ്. തുടരും കാണാൻ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിക്കുന്നത് എത്ര കണ്ടാലും മതിവരാത്ത ഈ ജോഡിയെ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണാമെന്നുള്ളതാണ് എന്നും പ്രേക്ഷകർ ഈ അവസരത്തിൽ പറയുകയാണ്.